ഹലോ കൂട്ടുകാരെ, ഒരു അവധി ദിവസം ഞാനും അമ്മുക്കുട്ടിയും കൂടെ ചപ്പാത്തി ഉണ്ടാക്കി. വളരെ രസകരമായിട്ടുള്ള സന്തോഷമായിട്ടുള്ള ഒരു ദിവസം തന്നെയായിരുന്നു അന്ന്. അമ്മുക്കുട്ടി എൻ്റെ വീഡിയോസ് പിടിച്ചു, ഞാൻ അമ്മുക്കുട്ടിയുടെ വീഡിയോ പിടിച്ചു. അങ്ങനെ ഞങ്ങൾ ആ ദിവസം അടിച്ച് പൊളിച്ചു. അന്ന് അമ്മുക്കുട്ടി വളരെയധികം സന്തോഷത്തിലായിരുന്നു. കാരണം നമ്മൾ എപ്പോഴാണ് നമ്മുടെ മക്കളോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്നത്, അതാണ് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം. അപ്പോൾ നമ്മൾ അവരോടൊപ്പം ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. എൻ്റെ ഇന്നത്തെ ടാസ്ക് മുട്ടക്കറി ഉണ്ടാക്കുക, അതോടൊപ്പം തന്നെ ചപ്പാത്തിയും റെഡിയാക്കുക. അമ്മുക്കുട്ടി പ്ലേറ്റ് കഴുകുന്നത് കണ്ടോ? അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാൻ എടുക്കുന്നത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ നെയ്യാണ്. അടുത്ത പ്രാവശ്യം ഞാൻ നെയ്യ് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾക്കത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. കുറേ പേർക്ക് അറിയാം എങ്ങനെയാണ് വീട്ടിൽ നെയ്യ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം മുട്ടയും വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഒന്ന് റെഡിയായി കഴിയുമ്പോൾ മുട്ടക്കറി ഉണ്ടാക്കും. പിന്നെ ചപ്പാത്തിയും റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ചപ്പാത്തി ഇതുപോലെ രണ്ട് സൈഡും ഒന്ന് മറിച്ച് ഇടുക. നന്നായിട്ട് എല്ലാ സൈഡിലും ഒന്ന് പരത്തി കൊടുക്കുക. അപ്പം നന്നായിട്ട് എല്ലാ സൈഡും ഒന്ന് വെന്ത് കിട്ടും. അല്ലെങ്കിൽ ചില സ്ഥലത്ത് എന്ത് ചെയ്യും, പച്ചയായിട്ടിരിക്കും, വേവത്തില്ല. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാ സൈഡും നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടും. ചപ്പാത്തി ഉണ്ടാക്കുന്നതിനിടയിൽ അമ്മുക്കുട്ടീനെ നോക്കാനായിട്ട് പോയി. അമ്മുക്കുട്ടി കുറച്ച് ടി വി കാണുക കേട്ടോ. അമ്മുക്കുട്ടി ടി വിയിലെ പരിപാടികളൊക്കെ കണ്ട് കൊച്ചു ടി വിയൊക്കെ കണ്ടിരിക്കുക. അപ്പോൾ അമ്മുക്കുട്ടി വളരെ സന്തോഷത്തിലാണ്. അത് കാഡ്ബറിയുടെ ഒരു പരസ്യമാണ്, ഡയറി മിൽക്കിൻ്റെ. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരസ്യം കേട്ടോ. നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ, ഈ പരസ്യം ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ അമ്മുക്കുട്ടീനെ ഒന്ന് പോസ് ചെയ്തിട്ട് ഞാൻ വീണ്ടും കിച്ചണിലേക്ക് പോയി. മുട്ടക്കറി ഉണ്ടാക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ടാസ്ക്കാണ്. ബട്ട് ഇറ്റ് ഈസ് വെരി ഈസി ടു പ്രിപ്പയർ. വളരെ എളുപ്പമാണ് മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഓയിൽ സൂര്യകാന്തി ഓയിലാണ്, സൺഫ്ലവർ അല്പം ഒഴിച്ചു. അതിനുശേഷം കടുക്, അതിലേക്ക് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും കടുകിട്ട് പൊട്ടിക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ അരിഞ്ഞു വച്ചിരുന്ന ഇഞ്ചിയും, ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വച്ചിരുന്ന ഇഞ്ചിയും, അതോടൊപ്പം തന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്ത് എണ്ണയിൽ ഇട്ട് അതിനെ നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ മാറുന്നത് വരെ അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ടൊന്ന് ഇളക്കുക. ഒന്ന് വാടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ സവോള ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഒന്ന് റെഡിയാവട്ടെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് റെഡിയായി വരുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറൊരു ലെവലാണ് കേട്ടോ. ഇഞ്ചിയും സവോളയും ഒന്ന് മൂത്ത് വാടിക്കഴിഞ്ഞതിന് ശേഷം അരിഞ്ഞു വെച്ചിരുന്ന സവോള ഇടുക. സവോള ഇട്ടിട്ട് സവോള നന്നായിട്ടൊന്ന് ഇളക്കുക. എല്ലാ സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് ചൂട് കിട്ടുകയും അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ അത് ഒന്ന് വഴറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും. ഒപ്പം ഉപ്പിടാനായിട്ട് മറന്നു പോകരുത്. അതിനിടയിൽ പാകമായ ഒരു ചപ്പാത്തി അമ്മുക്കുട്ടിക്ക് കൊടുത്തു. അമ്മുക്കുട്ടി അത് കഴിച്ച് എൻജോയ് ചെയ്യുകയാണ്. അന്നത്തെ അമ്മുക്കുട്ടിയുടെ ലഞ്ചാണ് കേട്ടോ, ചപ്പാത്തിയാണ്. ഞാനും അന്ന് ചപ്പാത്തിയാണ് ലഞ്ചായിട്ട് എടുത്തത്. റൈസ് ഒഴിവാക്കി ചപ്പാത്തിയിലേക്ക് എടുക്കാമെന്ന് തീരുമാനിച്ചു ആ ദിവസം. അങ്ങനെ നമ്മളെ ഉള്ളി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അതിന് ശേഷം
ചെയ്യേണ്ടത്. ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് അതിനോടൊപ്പം തന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി 2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തു. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം ഞാൻ ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടിയാണ് ഇട്ടത്. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി എത്രയാണ് എന്നതിനനുസരിച്ചാണ് ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ടത്. മല്ലിയാണെങ്കിലും മുളകാണെങ്കിലും ഒക്കെ ചേർക്കേണ്ടത് ക്വാണ്ടിറ്റി അനുസരിച്ചാണ്. അപ്പോൾ അത് നമുക്ക് പ്രിപ്പയർ ചെയ്ത് വരുമ്പോൾ കുക്ക് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അതനുസരിച്ച് അങ്ങ് പാകം ചെയ്താൽ മതി. ശരിക്കും നമുക്ക് കുറേ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. കുക്കിംഗ് ആണെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യാം. നമുക്കൊരു ഐഡിയ വെച്ച് അങ്ങ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒന്നിൽ നിന്നും പിന്മാറാനായിട്ട് പാടില്ല കേട്ടോ. പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ഐഡിയ തോന്നി, കുറച്ച് ടൊമാറ്റോ കട്ട് ചെയ്തിടാമെന്ന്. അപ്പോൾ അങ്ങനെ കുറച്ച് ടൊമാറ്റോ ഒക്കെ കട്ട് ചെയ്തു. തക്കാളി കട്ട് ചെയ്തിട്ട് ഞാനൊരു 2 തക്കാളി എടുത്ത് കട്ട് ചെയ്തിട്ട് തക്കാളി ഒന്ന് വാടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, ഇളക്കിക്കൊണ്ടേയിരിക്കുക. എന്നാൽ നന്നായി വാടി അതൊന്ന് സെറ്റായി വരട്ടെ. അപ്പോഴേക്കും ചപ്പാത്തിയും റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ചപ്പാത്തിയുടെ വർക്ക് നടക്കുന്നുണ്ട്, ഒപ്പം മുട്ടക്കറിയുടെ വർക്ക് നടക്കുന്നുണ്ട്. ഇനി കുറച്ച് ചപ്പാത്തിയേ ഉള്ളൂ ചെയ്യാനായിട്ട്. 2-3 ചപ്പാത്തി കൂടെ കാണും. ബാക്കിയൊക്കെ റെഡിയായിട്ടുണ്ട്, ചുട്ട് വെച്ചിട്ടുണ്ട്. ഒരു 6-7 ചപ്പാത്തി അന്ന് ചുടാനായിട്ട് സാധിച്ചു. പിന്നെ തക്കാളിയും സവോളയൊക്കെ ഒന്ന് റെഡിയായി കഴിഞ്ഞതിന് ശേഷം എല്ലാം ഒന്ന് വാടി സെറ്റായതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഗ്ലാസ് വെള്ളം അതിനകത്ത് ഒഴിക്കുക. അപ്പോൾ അതും നമ്മളെടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ അനുസരിച്ച് നമുക്ക് എത്രത്തോളം കറിയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കി വേണം ഒഴിക്കാനായിട്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, മുളകും മല്ലിയൊക്കെ നമ്മൾ ചേർത്തിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, ആ ഒരു ടേസ്റ്റ് നമുക്ക് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ പാകത്തിന് വേണം എല്ലാം ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഇതിനകത്ത് ഒഴിച്ചത്. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ച് അതൊന്ന് നന്നായിട്ട് പാകമായതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞു. ഇനി മുട്ട പൊളിച്ച് വച്ചിരുന്ന മുട്ടയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡിയായിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കഴിക്കുക എന്നുള്ളതാണ്. അതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് മനസ്സിൽ വന്ന ഒരു ഐഡിയ ആണ്. 3 അല്ലി കറിവേപ്പില അതിൻ്റെ പുറത്ത് വയ്ക്കാമെന്ന്. അപ്പോൾ അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കറിവേപ്പില വെച്ചു. കാരണം കറിവേപ്പിലയുടെ ഇൻഗ്രീഡിയൻസൊക്കെ കറിയിലേക്ക് വരാനും നല്ലൊരു ഫ്ലേവർ, നല്ലൊരു മണം കിട്ടുവാനായിട്ടും അത് നല്ലതാണ്. അങ്ങനെ മുട്ടക്കറിയും റെഡിയായി, ചപ്പാത്തിയും റെഡിയായി. ഇനി കഴിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഇനി അന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അമ്മുക്കുട്ടിക്ക് വേണമെന്ന് ചോദിച്ചു. ചപ്പാത്തി നേരത്തെ കഴിച്ചതുകൊണ്ട് അമ്മുക്കുട്ടി പറഞ്ഞു വിശപ്പില്ല, പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ചപ്പാത്തി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം കേട്ടോ. വാവ്, സൂപ്പർ, അടിപൊളി. അപ്പം പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.